കേരളത്തിലെ തെക്കൻ ജില്ലയായ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതന മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുനാരായണപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വർക്കലയ്ക്കടുത്ത് തിരുനാരായണപുരം എന്ന സ്ഥലത്താണ്. ക്ഷേത്രത്തിന് ചുറ്റും പ്രകൃതിരമണീയമായ ഭൂപ്രദേശമാണ്. ഈ ക്ഷേത്രം ആർക്കിയോളജി വിഭാഗത്തിൻ്റെ കീഴിലാണ്. ക്ഷേത്രത്തിൻ്റെ ഗോപുരത്തിലോ മറ്റോ ഏതെങ്കിലും തരത്തിലുള്ള അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നത് ഇവരുടെ അനുവാദത്തോടു കൂടി മാത്രമാണ്. ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്തും കല്ലുകൾ പാകിയതായി കാണാവുന്നതാണ്. ശ്രീകോവിലിൽ ചതുർബാഹുവായ മഹാവിഷ്ണു ഭഗവാനും ശ്രീകോവിലിൻ്റെ കന്നിമൂലയിൽ ഗണപതി ഭഗവാനും ഈശാനകോണിൽ ശിവഭഗവാനും കുടികൊള്ളുന്നു. നാലമ്പലത്തിന് പുറത്തായി ബ്രഹ്മരക്ഷസ് കുടികൊള്ളുന്നു. ശ്രീകോവിലിൽ നിന്നും അല്പം അകലെയായി അഗ്നികോണിൽ നാഗദൈവങ്ങളും ശാസ്താവും കുടികൊള്ളുന്നു. നാഗത്തറയുടെ കിഴക്ക് വശത്ത് വയലേലകളാണ്. ശ്രീകോവിലിനകത്തെ കിണർ ചതുരാകാരമാണ്. മറ്റൊരു സ്ഥലത്തും കണ്ടിട്ടില്ലാത്ത പ്രത്യേക ഭംഗിയുള്ള കിണർ. കൊടിയ വരൾച്ചയിൽ പോലും വെള്ളം വറ്റാത്ത കിണറാണിത്. ക്ഷേത്ര ആവശ്യങ്ങൾക്കുള്ള ജലം ഇവിടെ നിന്നാണ് ശേഖരിക്കുന്നത്. ഈ മഹാക്ഷേത്രത്തിന് വർക്കല ജനാർദ്ദനസ്വാമി ക്ഷേത്രവുമായി അഭേദ്യമായ ബന്ധമുണ്ടെന്നാണ് ഐതിഹ്യങ്ങൾ പറയുന്നത്. ഏകദേശം 2000 വർഷം പഴക്കമുള്ള മഹാക്ഷേത്രമാണ് വർക്കല ശ്രീ ജനാർദ്ദനസ്വാമി ക്ഷേത്രം. ജനാർദ്ദനസ്വാമി ക്ഷേത്രത്തിൽ പുനരുദ്ധാരണം നടക്കുന്ന സമയത്ത് ആ ക്ഷേത്രത്തിലേക്ക് പണി കഴിപ്പിച്ച ശില്പമാണ് ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചത് എന്നാണ് ഐതിഹ്യങ്ങൾ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഒരു കഥ തന്നെയുണ്ട്. കടലിൻ്റെ സമീപത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ജനാർദ്ദനസ്വാമി ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ കടൽ കയറി ക്ഷേത്രം നശിച്ചുവെന്നും ക്ഷേത്രം പുനരുദ്ധാരണം നടത്തണമെന്നും വിധി വന്നതിനാൽ ക്ഷേത്രത്തിൻ്റെ ജോലികൾ ആരംഭിച്ച വേളയിൽ ജനാർദ്ദനസ്വാമി ക്ഷേത്രത്തിന് കുറച്ച് തെക്ക് മാറി മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടവരുടെ വലയിൽ കുടുങ്ങി ഒരു ശില്പം ലഭിച്ചുവെന്ന വാർത്ത അറിഞ്ഞു. ഉടനെ തന്നെ അത് ക്ഷേത്രത്തിൽ എത്തിക്കുകയും പ്രശ്നവിധി പ്രകാരം ആ ശില്പമാണ് ജനാർദ്ദനസ്വാമി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കേണ്ടതെന്നും പണി കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ ശില്പം മറ്റൊരു ദേശത്ത് പ്രതിഷ്ഠിക്കണമെന്നും വിധിയുണ്ടായി. വിധി പ്രകാരം പുതിയ ശില്പമേന്തിയ ആളുടെ നിഴൽ അവസാനിക്കുന്നിടത്ത് ക്ഷേത്രം നിർമ്മിക്കണമെന്നായിരുന്നു വിധി. അതനുസരിച്ച് ഈ സ്ഥാനത്തെത്തിയപ്പോൾ നിഴൽ അവസാനിക്കുകയും ഇവിടെ ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. ഇന്ന് ഈ ദേശത്തിൻ്റെ ഐശ്വര്യം ഇവിടെ കുടികൊള്ളുന്ന മഹാവിഷ്ണു ഭഗവാനാണ്. ഭഗവാന്റെ നാമധേയത്തിലാണ് ഈ ദേശം അറിയപ്പെടുന്നത്. കുംഭമാസത്തിലെ അത്തനാളിലാണ് ഭഗവാന്റെ ആറാട്ട്. ആചാരവിധി പ്രകാരമുള്ള ആറാട്ട് എല്ലാ വർഷവും ഇവിടെ നടത്തി വരാറുണ്ട്. ആറാട്ടിനു പുറമെ പ്രതിഷ്ഠാവാർഷികവും നടത്താറുണ്ട്. മണ്ഡലമാസം തുടങ്ങുന്നതോടെ ക്ഷേത്രത്തിൽ നിത്യവും വിളക്ക് നടത്താറുണ്ട്. ഭക്തജനങ്ങൾ വഴിപാടായാണ് ഈ വിളക്കുകൾ നടത്തുന്നത്. വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഭക്തജന തിരക്ക് അനുഭവപ്പെടാറുണ്ട്. തന്നെ ശരണം പ്രാപിക്കുന്ന ഭക്തജനങ്ങളെ ഒരിക്കലും ഭഗവാൻ കൈവിടില്ല. ഭഗവാനെ വന്ന് കണ്ട് വഴിപാടുകൾ നടത്തി പ്രാർത്ഥിച്ചാൽ സകല ദുഃഖ ദുരിതങ്ങളും വഴിമാറിപ്പോകും എന്ന് ഇവിടുത്തെ ഭക്തരുടെ വിശ്വാസമാണ്. വിഷ്ണു ഭഗവാന്റെ ഇഷ്ട വഴിപാടായ പാൽപ്പായസം ഇവിടെ നടത്തി വരാറുണ്ട്. വ്യാഴാഴ്ചകളിലാണ് ഭക്തജന തിരക്ക് കൂടുതലുള്ളത്. ക്ഷേത്രത്തിലെത്താനുള്ള വഴി ട്രെയിൻ മാർഗമാണെങ്കിൽ വർക്കല റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ അവിടെ നിന്നും 6 കിലോമീറ്റർ മാറി വടശ്ശേരിക്കുളം എന്ന സ്ഥലത്ത് നിന്ന് ക്ഷേത്രത്തിലെത്താം. നാഷണൽ ഹൈവേ വഴി വരുന്നവർക്ക് കല്ലമ്പലത്ത് നിന്നും വർക്കലയിലേക്ക് പോകുന്ന വഴി വടശ്ശേരിക്കുളത്തെത്തുകയും അവിടെ നിന്ന് ക്ഷേത്രത്തിലെത്താനും കഴിയും. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ മഹാക്ഷേത്രത്തിൽ വന്നെത്തി ദർശനം നടത്താൻ കഴിയുന്നവർ വരിക. നിങ്ങളുടെ സകല ദോഷങ്ങളും വിട്ടൊഴിഞ്ഞു പോകും.
ത്രിമൂർത്തികളിൽ രണ്ടാമനായ വിഷ്ണു ഭഗവാന്റെ ധർമ്മം ലോകരെ പരിപാലിക്കുക എന്നുള്ളതാണ്. സർവവരദായകനായ മഹാവിഷ്ണു ഭഗവാൻ നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഓം നമോ നാരായണായ നമഃ.